പാലക്കാടിന്റെ മുഖച്ഛായ മാറ്റിയ ഈ പെയിന്റിങ്സ് ഇതാണ് സിവിൽ സ്റ്റേഷന് മുന്നിലുള്ള പെയിന്റിംഗ്. നമ്മുടെ മുനിസിപ്പാലിറ്റി ഓഫീസിന് മുന്നിലുള്ള പെയിന്റിംഗ്. ഇത് കാടാങ്കോട് ബ്രിഡ്ജിന് താഴെയുള്ള പെയിന്റിങ്സ് ആണ്. അപ്പൊ ഈ പെയിന്റിങ്സ് ഒക്കെ വരച്ച ആരെന്നല്ലേ? നമ്മുടെ പാലക്കാട് സ്റ്റേഡിയത്തിന് തൊട്ടടുത്തുള്ള ആറ്റംസ് കോളേജിലത്തെ പിള്ളേരാട്ടോ. അപ്പൊ ഞാനുള്ള ആറ്റംസ് കോളേജിലാണ്. അവരോട് തന്നെ ചോദിച്ചറിയാം. ഞങ്ങളാണ് ഈ കണ്ട ആർട്ട് വർക്ക്സ് എല്ലാം ചെയ്തത്. ഞങ്ങൾ പാലക്കാട് ആറ്റംസ് കോളേജിലെ മൾട്ടിമീഡിയ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ കുറേ വർക്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി നമ്മൾ പുതിയ വർക്കുകൾ ചെയ്യും. പാലക്കാട് നമ്മൾ കളറാക്കാൻ പോവാണ്. ഇവിടെ ഞാൻ ഈ കയറുന്ന സമയത്ത് തല തിരിഞ്ഞ പിള്ളേർ ആറ്റംസിന് ആവശ്യം എന്ന് കണ്ടല്ലോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു കോളേജുകളിലെ പോലെ പഠിച്ച് മാർക്ക് വാങ്ങുക എന്നുള്ളതല്ല ഇവിടെ കാര്യം. അതായത് നിങ്ങൾക്കൊരു പാഷൻ ഉണ്ടോ, അതിനെ പ്രൊഫഷൻ ആക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ നിങ്ങൾ ആറ്റംസിലേക്ക് വന്നോ, നിങ്ങൾക്ക് ഇവിടെ അടിച്ചു പൊളിക്കാം. ആറ്റംസിലോട്ട് കയറി വരുമ്പോൾ പിന്നെയും കുറെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. നമ്മുടെ സൂപ്പർ ഹീറോസ് ഒക്കെ പാലക്കാടിലോട്ട് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്നിവിടെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മൾട്ടിമീഡിയ കോഴ്സസ് മാത്രമല്ല കേട്ടോ നമ്മുടെ ആറ്റംസിലുള്ളത്. സോഫ്റ്റ്വെയർ കോഴ്സസും, അക്കൗണ്ടിങ്ങും, അതുപോലെ തന്നെ ഫാഷൻ ഡിസൈനും, ഡിജിറ്റൽ മാർക്കറ്റിംഗും, അതുപോലെ തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനും, മോണ്ടിസോറി, TCC, അതുപോലെ തന്നെ ബ്യൂട്ടി ആൻഡ് കോസ്മെറ്റോളജി തുടങ്ങിയ കോഴ്സസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. കേരള ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ആറ്റംസ് കോളേജ്. അപ്പൊ ആറ്റംസ് കോളേജിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തായിട്ടാണ് കേട്ടോ.